നമസ്കാരം. രാജയോഗത്തോടെ ജീവിതം ആസ്വദിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയാണ് ഇന്നു മുതൽ ചില നക്ഷത്രക്കാർക്ക്. ഇന്ന് മാർച്ച് 11. എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നുചേരും. ജീവിതത്തിൽ വിജയം കൊയ്യാനായി സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക്. കാഴ്ചക്കാരെ പോലും അത്ഭുതം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ അത്ഭുതത്തോടെ എങ്ങനെ ഈ വ്യക്തിക്ക് ഈ മാറ്റം അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഉന്നതി ഉണ്ടായി എന്ന് അത്ഭുതം കൊള്ളുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഈ 6 നക്ഷത്രക്കാർക്ക് ലഭിക്കാനായി പോകുന്നത്. വരുന്ന 90 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ വന്നു ചേരുന്നതാണ്. പതിവായി ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്ന ദിവസങ്ങൾ, പതിവായി എന്ന് പറയുമ്പോഴും കഴിയുന്ന ദിവസങ്ങളിലൊക്കെയും ക്ഷേത്രദർശനം നടത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കൂടാതെ വഴിപാടുകൾ കൂടി കഴിപ്പിച്ച് നല്ല രീതിയിലുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ്. ഭാഗ്യം കൂടുതലായി ലഭിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. ദുഃഖങ്ങളൊക്കെ ഒഴിയുന്ന സമയമാണ്. ദുരിതങ്ങളൊക്കെയും ഒഴിഞ്ഞ് ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾ വന്ന് ഭവിക്കാൻ പോവുകയാണ്. നാളുകളിൽ മറ്റുള്ളവർ അല്പം കുശുമ്പോടുകൂടി നോക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് ഇന്നു മുതൽ ഈ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്താൻ പോകുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ കയത്തിൽ നിന്ന് നിങ്ങൾ ഉയരാൻ പോവുകയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ലഭിക്കാൻ പോകുന്നത്. അതും വെറും മാറ്റമല്ല, രാജകീയ മാറ്റം തന്നെ ലഭിക്കാൻ പോവുകയാണ്. നേട്ടങ്ങൾ നിരവധി സംഭവിക്കാൻ പോവുകയാണ് ഇന്നു മുതൽ. ഇനി വരാൻ പോകുന്ന സമയങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, അഭിവൃദ്ധിയുടെ സമയമാണ്. ഈ നാളിൽ പിറന്ന ഏതൊരു വ്യക്തിക്കും ചില പ്രത്യേക ഗുണങ്ങൾ ദൈവം ജന്മനാ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം കെട്ടവരാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചിന്തയാണ് ഇവിടെ മാറ്റേണ്ടതായി. ഭാഗ്യം കെട്ടവരായി ആരും തന്നെ ഈ ലോകത്ത് ജനിക്കുന്നില്ല. ചില ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി വരുമ്പോൾ വക്രദൃഷ്ടിയോ അല്ലെങ്കിൽ ചില ദോഷ സമയങ്ങളിലാണ് നമ്മൾക്ക് ദോഷകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് മാർച്ച് 11 90 ദിവസത്തിനുള്ളിൽ മഹാമാറ്റങ്ങൾ, ഭാഗ്യം, രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ്. കൊതിച്ചതും നനച്ചതും വിധിച്ചതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഭാഗ്യദോഷിയാണ്, ഭാഗ്യം കെട്ടവനാണ്, ജീവിതത്തിൽ ഒരുവിധ ഗുണങ്ങളുമില്ല, ജോലിയില്ല, നല്ലൊരു വിവാഹബന്ധം പോലും കിട്ടിയില്ല, കിട്ടിയതോ ആകെ ദുരിതത്തിലാണ് എന്നൊക്കെ ചിന്തിച്ച് പഴി പറഞ്ഞ് തലയ്ക്കടിച്ച് കരയുന്ന ആളുകൾ ഇന്നു മുതൽ ആ കരച്ചിലൊന്ന് നിർത്തിക്കേ. ഭാഗ്യത്തിൻ്റെ സമയം നിങ്ങളുടെ ജീവിതത്തിലെത്തിയിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ മേൽ കണ്ണു തുറന്നിരിക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെ സമയമാണ്. അതും എല്ലാ നക്ഷത്രക്കാർക്കുമില്ല എന്നതാണ് പ്രത്യേകത. 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇന്ന് മാർച്ച് 11 മുതൽ മഹാഭാഗ്യം കടന്നു വന്നിരിക്കുകയാണ്. തുടർന്നുള്ള 90 ദിവസത്തിനുള്ളിൽ ആ ഭാഗ്യത്തിൻ്റെ പലവിധ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം മുടക്കരുത്. വഴിപാടുകൾ കഴിപ്പിക്കാനും മറക്കരുത്. അതേപോലെ പൂജാമുറി നിത്യവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥന, മന്ത്രങ്ങൾ, അറിയുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രസീദ് എത്രത്തോളം ഭഗവാനെ നമ്മളെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഭഗവാനോട് അടുക്കാൻ സാധിക്കുന്നു അതൊക്കെയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ എന്താണ് മാറ്റമെന്ന് ചോദിച്ചാൽ, എന്താണ് ഗുണങ്ങൾ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ പോലും ഭഗവാൻ അത് തട്ടിമാറ്റും. അതേപോലെ ചെറിയ ഭാഗ്യമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി നേട്ടത്തിൽ, ഇരട്ടി മാഹാത്മ്യത്തോടു കൂടി നിങ്ങളിലേക്ക് ആ ഭാഗ്യം എത്തുന്നതിനും ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇന്ന് മാർച്ച് 11 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് രാജയോഗം ഇന്ന് സൂര്യോദയം മുതൽ തുടങ്ങിയിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഭാഗ്യങ്ങൾ എത്തണമില്ല. ഒരു 3 ദിവസം 7 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്ത് മാറ്റമെന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നനച്ചിരിക്കാതെ ഒരു പ്രോജക്റ്റ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ബുദ്ധിയിൽ ഒരു ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കാനുള്ള മാർഗങ്ങൾ തെളിയുക, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുക. ഇങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതും 3 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ 7 ദിവസത്തിന് ശേഷമോ ആയിരിക്കും മാറ്റങ്ങൾ കൂടുതലായി അറിയാനായി തുടങ്ങുന്നത്. അതും 90 ദിവസത്തിനുള്ളിൽ ഒരു വമ്പൻ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുക. മറ്റുള്ളവർ കളിയാക്കി നിങ്ങളെ പദം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിച്ചു, കല്ലേറ് മാത്രം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. വാക്കുകളുടെ ശകാര വർഷങ്ങൾ ഒരുപാട് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു. ബുദ്ധികെട്ടവൻ, നശിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുമുണ്ടാകും. ആ കളിയാക്കലുകൾ ഭഗവാൻ കേട്ടു. നിങ്ങളത് കേട്ട് ചിലപ്പോൾ അത് പിന്നെ മനസ്സിൽ നിന്ന് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാൻ അതൊന്നും മായ്ച്ച് കളയത്തില്ല. ആരാണോ നല്ലത് ചെയ്ത് അവർക്ക് നല്ലതും തിന്മ ചെയ്തവന് തിന്മയും ലഭിക്കുന്നതാണ്. നിങ്ങളെ പഴി പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയവരെ തിരിച്ചൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത്. അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കാനുള്ള ഭാഗ്യം, ആ ഒരു വഴി മഹാദേവൻ അല്ലെങ്കിൽ ദൈവങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് ഇന്നു മുതൽ തുറന്നു തരികയാണ്. 90 ദിവസത്തിനുള്ളിൽ എഴുതി കുറിച്ച് വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. ഇനി ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നല്ലേ അറിയേണ്ടത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം തന്നെ മകമാണ്.
സകലവിധ സൗഭാഗ്യങ്ങളും തേടി വരുന്ന ദിവസമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കുടുംബ ക്ഷേത്ര ദർശനം. കുടുംബ പരദേവതയെ വിട്ടുള്ള ഒരു കാര്യത്തിനും തുനിയരുത്. അത് ഈ മകം നക്ഷത്രമെന്നല്ല, ആരും കുടുംബക്ഷേത്ര ദർശനം നടത്തുക, എന്തെങ്കിലും കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. മാറ്റമുണ്ടാകും. അപ്പോൾ പതിയെ പതിയെ ഓരോ വർഷം ചെല്ലുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതലായി ഇപ്പോൾ 1000 രൂപയുടെ ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ കാര്യമാണ് ചെയ്തതെങ്കിൽ അടുത്ത സമയങ്ങളിൽ അത് കൂടുതലായി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതനുസരിച്ചായിരിക്കും ഭഗവാൻ നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നൽകുന്നതും. കാരണം നമ്മൾ കുടുംബ പരദേവതയെ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് ഓരോ ആളുകളുടെയും കടമയാണ്. അല്ലെങ്കിൽ ഓരോ ആളുകൾ നമ്മൾ അച്ഛനെയും അമ്മയും നോക്കേണ്ടത് നമ്മുടെ കടമയെന്ന് പറഞ്ഞതുപോലെ തന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ എവിടെ ചെന്നാലും ഗതി പിടിക്കാൻ ആർക്കും സാധ്യമല്ല. അത് ഇന്ന ആൾക്കൊന്നുമില്ല, ആർക്കും ഗതി പിടിക്കണമെങ്കിൽ കുടുംബ പരദേവതയുടെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും ജീവിത സന്തോഷം ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് കുടുംബ പരദേവതയുടെ അനുഗ്രഹവും നമ്മൾക്ക് വേണ്ടുന്നതിൻ്റെ ആവശ്യകത. കൂടാതെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം കൂടി ഒന്ന് നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെയും ഇന്നു മുതൽ അവസാനിക്കാൻ പോവുകയാണ്. കൊതിച്ചതും വിധിച്ചതുമായ കാര്യങ്ങളൊക്കെയും നേടാൻ സാധിക്കും. മകനാളുകൾക്ക് ഭാഗ്യമാണ്. മകനക്ഷത്ര ജാതരുടെ നല്ല കാലം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇനി നേട്ടത്തിൻ്റെ സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്നതാണ്. വിദേശത്തുള്ളവരുടെ കാര്യമായാലും സ്വദേശത്തുള്ളവരുടെ കാര്യമായാലും മകം നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കായി എത്തുന്നതായിരിക്കും. ജീവിതത്തിൽ സമൃദ്ധിയുടെ കാലമാണ്. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടായി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ദമ്പതികൾക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പുത്രഭാഗ്യം കൂടി ഒരു സമയം ഭഗവാൻ നൽകുന്നുണ്ട്. മകത്തിന് ഭാഗ്യസമയമാണ്. ഉയർച്ചയുടെ ദിനങ്ങളാണ്. രണ്ടാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. തൊഴിൽ, പഠനം ഇതിലൊക്കെ ഉയർച്ചയുണ്ടാകുന്നു. കർമ്മമേഖലയും വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ മാറ്റം വരുന്ന ദിനങ്ങളാണ് ഇന്ന് സൂര്യോദയം മുതൽ തുടങ്ങിയിരിക്കുന്നത്. യോഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെയും ചില സമയങ്ങളിൽ അത് കിട്ടാതെ പോയിട്ടുണ്ട്. അത് തടസ്സങ്ങളുണ്ടായി, തടസ്സപ്പെടുത്തി എന്ന് കൂടി പറയാം. അത് എന്താണ്, അത് ആരാണെന്നൊക്കെ നമ്മളത് വിശദമായി നോക്കിയിട്ടേ അത് പറയാൻ പറ്റൂ. എങ്കിൽ പോലും ചില തടസ്സങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകും. വിദ്യാഭ്യാസ തടസ്സമുണ്ടായിട്ടുണ്ട്, വിവാഹകാര്യങ്ങളിൽ തടസ്സമുണ്ടായിട്ടുണ്ട്, ജോലിയുടെ ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലും തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. നേട്ടത്തിൻ്റെ സമയമാണ്. ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. വിശ്വസിച്ച ആളുകളിൽ നിന്ന് ചതുവ് വരെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിശ്വസിച്ച്, അതായത് നമ്മൾ പറയാറുണ്ട് ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞ ആളുകൾ പോലും ചതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മനോവേദനകൾ ഒരുപാടുണ്ട്. അതൊക്കെ കളഞ്ഞേക്കൂ. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇനി അതുണ്ടാവാതിരുന്ന മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഒരു 7 ദിവസത്തേക്ക് അല്പം ശുദ്ധജലം എടുത്ത് ധന്വന്തരി മന്ത്രം ഒന്ന് ചൊല്ലി കുടിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. വയറ്റിനകത്ത് എന്തെങ്കിലും ദുഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും കഴിച്ച കൃത്രിമങ്ങളുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് പോകുന്നതിന് ഉത്തമമാണ്. ശുദ്ധജലത്തിൽ ഭഗവാൻ ധന്വന്തരിയുടെ മന്ത്രം ചൊല്ലി ആ വെള്ളം ഒന്ന് കുടിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ അത് ഒരു ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവുകയും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ജന്മത്തിലുണ്ടായ കാര്യങ്ങളോ ആയിക്കൊള്ളട്ടെ, എന്ത് ദോഷങ്ങളും ഒഴിഞ്ഞുപോയി ഒരു ഉന്മേഷം ഉണ്ടാകുന്നതിനും ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്ത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഭാഗ്യസമയമാണ്. വാഹനം വാങ്ങാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. ധനാഗമന യോഗം തെളിയുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾ പോലും മനസ്സിലെടുത്തു വെച്ച് ആകെ ഒരു ഭാരമാക്കി മാറ്റുന്ന ഒരു സ്വഭാവം, അതൊന്ന് ഒഴിച്ചാൽ മതി. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഉറക്കമില്ലായ്മയൊക്കെ അതോടുകൂടി അങ്ങ് മാറിക്കൊള്ളും. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ തൊട്ടടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് ദർശനം നടത്തുക. അത് എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്രം വരുന്ന തൃക്കേട്ട നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുമെങ്കിൽ അത് ഏറ്റവും അഭികാമ്യമാണ്. സകല സങ്കടങ്ങളും മാറി നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ലഭിക്കാൻ തുടങ്ങുകയാണ് ഇന്നു മുതൽ. ദുഃഖ ദുരിതങ്ങളൊക്കെയും ഒഴിഞ്ഞുപോയി ജീവിതം ആസ്വദിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് സൂര്യോദയം മുതൽ തുടങ്ങിയിരിക്കുന്നത്. അവിട്ടം നക്ഷത്രമാണ് അടുത്തത്. പുതിയ ജോലി, ബിസിനസ് എന്നിവ തുടങ്ങാനൊക്കെ ഇന്നു മുതൽ നല്ലൊരു സമയം തെളിഞ്ഞിരിക്കും. 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ബിസിനസ് എന്ന സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. രാജാവിനെ പോലെ ജീവിക്കാൻ കഴിയുന്നതാണ്. സുഖ സൗകര്യങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഭാഗ്യം കൂടി ഇവിടെ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ദുഃഖ ദുരിതങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ ഒഴിയാൻ പോവുകയാണ്. സങ്കടങ്ങൾ തീരാൻ പോവുകയാണ്. ആഗ്രഹങ്ങൾ അത് ആഗ്രഹങ്ങളായി മാത്രം ഇരിക്കാനുള്ളതല്ല, അത് പ്രാവർത്തികമായി മാറേണ്ടത് കൂടിയാണ്. അതിനുള്ള ഭാഗ്യം കൂടി ഇന്ന് നിങ്ങൾക്ക് തെളിയുകയാണ്.
ദേവീക്ഷേത്ര ദർശനവും അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഉണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. നേട്ടമാണ്, ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. പൂരുരുട്ടാതിയാണ് അടുത്ത നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രത്തിന് വിദേശ ഭാഗ്യം കാണുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ നടക്കും. 2025 ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയം കൂടിയാണ്. വിഷുവൊക്കെ വരാൻ പോവുകയാണ്. വളരെയധികം വിഷുവിന് നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ഒന്നാം സ്ഥാനം പൂരുരുട്ടാതി നക്ഷത്രത്തിന് തന്നെയാണ്. സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഐശ്വര്യമാണ്. ഒരുപാട് സങ്കടങ്ങളുണ്ടായി. ദിവസവും കരയാതെ ഉറങ്ങിയിട്ടില്ല എന്ന്, ദിവസവും മരുന്ന് കഴിക്കാതെ ഉറങ്ങിയിട്ടില്ല, ദിവസവും ഒന്ന് ചിരിക്കാൻ മറന്നുപോയി. മരുന്നും മന്ത്രവുമായിട്ടുള്ള ജീവിതമാണ്. ഭാഗ്യങ്ങളൊന്നും തന്നെയില്ല. ആരോട് മിണ്ടിയാലും പിറ്റേന്ന് അവർ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയാണ്. ഇന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നവർ നാളെ നോക്കുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന അവസ്ഥ. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അത് മനസ്സിലാകും. പറയുമ്പോൾ രാവിലെ വരെ ഒന്ന് ചിരിച്ച് കാര്യം പറയുന്ന വ്യക്തി വൈകിട്ട് വരുമ്പോൾ മുഖം തിരിച്ചു പോകും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. നമ്മളൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ കുറ്റാരോപിതൻ ആക്കപ്പെടുന്നു. അതിനൊക്കെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സൂര്യോദയത്തോടു കൂടി 90 ദിവസത്തിനുള്ളിൽ ആ കാഹളത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു മാറ്റത്തിൻ്റെ ധ്വനികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം അനിഴമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മാർച്ച് 11 മുതൽ ആരംഭിച്ചിരിക്കുന്ന രാജയോഗ പദവി ലഭിക്കാനുള്ള, അതായത് നല്ല പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ശനി കൂടി ഇവിടെ അനുകൂലമാണ്. അതുകൊണ്ട് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സകല സമ്പത്തോടു കൂടി വാഴാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. നേട്ടമുണ്ടാകുന്നു, കീർത്തി ഉണ്ടാകുന്നു, ഈശ്വരാധീനം കൂടി വർദ്ധിച്ചിട്ടുണ്ട്. ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊള്ളൂ. ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. നേട്ടവും ഐശ്വര്യവും 90 ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. 90 ദിവസത്തിനുള്ളിൽ ഒരു മാറ്റം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ്. ഇന്ന് മാർച്ച് 11. ഇന്ന് മുതൽ എഴുതി കുറിച്ച് വെച്ചോളൂ. ഒരു 7 ദിവസത്തിന് ശേഷം വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുക. 90 ദിവസത്തിനുള്ളിൽ ഭാഗ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും. വിവാഹം നടക്കാത്തവർക്ക് അത് നടക്കുന്നതാണ്. ജോലി ലഭിക്കാതെയുള്ളവർക്ക് അങ്ങനെ ജോലിയിൽ തടസ്സങ്ങൾ നീങ്ങി സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.